ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെ നിങ്ങൾക്ക് പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ തജ്വീദുൽ ഖുർആൻ അപ്ഡേഷൻ വന്നിട്ട് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോ മാറ്റിയിടുന്നത്. ഇത് ഈ വർഷത്തെ പുതിയ ബുക്കാണ്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അല്ലമൽ ഖുർആൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അർഷദൽ ഇൻസാൻ വഅലാ ആലിഹി വസഹബിഹി അഹ്ലിൽ ഈമാനി വൽ ഇഹ്സാൻ. അമ്മാ ബഅദ്. അപ്പോൾ ആദ്യമായി വരുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മദ്രസ മീഡിയയുടെ ക്ലാസ് ഞാനിവിടെ ഇതിൻ്റെ കൂടെ വോയിസ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ കൂടെ ആവർത്തിച്ച് ഓതി പഠിക്കുക. നിങ്ങൾ രക്ഷിതാക്കൾ കൂടെ ഉണ്ടാവണം. അവരക്ഷരം ഉച്ചാരണം മാറിപ്പോകുന്നത് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ തന്നെ കറക്റ്റാക്കി ചെയ്തു കൊടുക്കുക. വീഡിയോയിലൊക്കെ കണ്ട് ഓതുമ്പം കുട്ടികൾ അക്ഷരം മാറി ഉച്ചരിച്ച് പോയാൽ പിന്നെ എന്നും അവർക്ക് ആ അക്ഷരത്താൽ തന്നെയാണ് ഓതാൻ കഴിയുക. അത് പിന്നെ നമുക്ക് മാറ്റിയെടുക്കൽ വളരെ പ്രയാസമാണ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചാൽ അത് കല്ലിൽ കൊത്തിയ പോലെയാണ്. അപ്പം നമ്മൾ അക്ഷരം മാറി പഠിച്ചാൽ ആ അക്ഷരം തന്നെ നമുക്ക് പിന്നീട് ഓതുമ്പോൾ വരുള്ളൂ. മാറ്റി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം അത് അക്ഷരങ്ങൾ മാറിപ്പോവാതെ പഠിക്കുമ്പം തന്നെ നന്നാക്കി അക്ഷരങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കാം. അപ്പം അത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളാണ്, അവരതിൻ്റെ കേട്ടിട്ട് അവരക്ഷരം അതുപോലാണ്ട് പറയാൻ ശ്രമിക്കൊന്നുമില്ല. അവരങ്ങോട്ട് ഓതി പോവുക ചെയ്യാം. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫാത്തിഹയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പം അത് ഞാൻ ഇതിൻ്റെ കൂടെ വോയിസ് ആഡ് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അടുത്ത 2ാമത്തെ സൂറത്ത് വരുന്നത് സൂറത്തുന്നാസ്. അപ്പോൾ സൂറത്തുന്നാസ് നന്നായി മനസ്സിലാക്കാം. ഇതിൽ ഷദ്ദുള്ള നൂനിനെ പറ്റിയിട്ടാണ് നമുക്ക് നന്നായി മനസ്സിലാക്കി പരിചയപ്പെടുത്തി തരുന്നത് ഈ സൂറത്തിലൂടെ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്ന വോയിസ് കേട്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. قل أعوذ برب الناس ملك الناس ملك الناس إله الناس إله الناس من شر الوسواس الخناس من شر الوسواس الخناس الذي يوسوس في صدور الناس الذي يوسوس في صدور الناس من الجنة والناس من الجنة والناس قل أعوذ നേരത്തെ പറഞ്ഞു قل أعوذ ആവരുത്. قل أعوذ برب الناس. ഒന്ന് ശദ്ദുള്ള നൂൻ. മലിക്കിന്നാസ്. ചില ആളുകൾക്ക് അവിടെ മലിക്കി എന്ന് കാഫിന് ചെറുതായിട്ടൊരു ശ്രദ്ധ കേൾക്കാറുണ്ട്. മലിക്കിന്നാസ് വേണ്ട, മലിക്കി.
ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു. ആ യുവസ്വിസു എന്നുള്ളിടത്ത് പലരുടെയും ഓത്ത് കേൾക്കുന്നത് യുവസ്ഫിസു എന്ന് ഫാ പോലെ വരുന്നുണ്ട്. യുവസ്ഫിസു നമ്മൾ അത്ര ശ്രദ്ധിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. രണ്ട് നൂൻ ശബ്ദമുള്ളത് ഇതിലുണ്ട്. എല്ലാം ഒരുപോലെ ഒരുമിച്ച് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. പിന്നെ അതിൻ്റെ താഴെ വരുന്ന ഓരോ കള്ളികളിലായിട്ട് അതിലെ ഓരോ വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. കുൽ അഊദു മലിക്കിന്നാസ്. അപ്പോൾ അത് അവർക്ക് കുട്ടികൾക്ക് ഓരോരോ വേർഡ്സുകൾ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇലാഹിന്നാസ് മിൻ ശർരി അല്ലദീ യുവസ്വിസു മിനൽ ജിന്നതി വന്നാസി. അപ്പോൾ ഇത് സൂറത്ത് പഠിച്ചതിന് ശേഷം ഇത് ഓരോരോ വേർഡ്സുകൾ പഠിക്കുമ്പോൾ അവർക്ക് സൂറത്ത് ചിലപ്പോൾ അവർ കാണാതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ വേർഡ്സ് അക്ഷരങ്ങൾ നോക്കി പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ അവരോട് ചോദിക്കാം കുൽ അഊദു എന്നത് ഇവിടെ ഒന്ന് കാണിച്ചു തരാൻ പറയാം. അപ്പോൾ അവർ അക്ഷരങ്ങൾ നോക്കിയിട്ട് കുൽ അഊദു കാണിച്ചു തരും. അതുപോലെ നമ്മൾ എന്ത് പറയുക, മിൻ ശരി എന്നത് അവരിവിടെ പഠിച്ച്, അപ്പോൾ അത് ഈ സൂറത്തിൽ എവിടെയാണെന്ന് ചോദിക്കുക, അവർ കാണിച്ചു തരണം. മിൻ ശരി. അപ്പം അത് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഓരോ വേർഡ്സുകളും വായിച്ച് അവർക്ക് അക്ഷരങ്ങൾ പരിചയപ്പെടുകയാണ്. ഖുറാനിലെ എഴുത്തുകൾ അങ്ങനെ പരിചയപ്പെട്ട് അവർ ഖുറാൻ ഓതണം. കാണാതെ പഠിച്ചാൽ അവർ മനപ്പാഠം പഠിച്ചു പോവുകയുണ്ടാവുള്ളൂ. അതിൻ്റെ അക്ഷരം എങ്ങനെയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വന്നാസ് എന്ന് അവർക്ക് കാണാതെ പറയാൻ കഴിയും. പക്ഷെ ഇവിടെ ഇതിൽ നോക്കിയിട്ട് എവിടെയാണ് ഈ വന്നാസ് എന്നത് അവർക്ക് നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പം അതിനാണ് നന്നായി ഇതിലേക്ക് ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കാം. പിന്നെ ഇതിൻ്റെ വർക്കുകൾ വരും തദ്രിബാത്തിൽ. അപ്പോൾ നമ്മൾ ഷദ്ദുള്ള നൂന് അവർക്ക് നന്നായി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്നഹു കാന, അവിടെ ഇന്ന ഷദ്ദുള്ള നൂന്. അതുപോലെ ഇന്ന അഅ്തൈനാക ഇന്ന വന്നു. അപ്പോൾ ഒക്കെ ഇവിടെ ഷദ്ദുള്ള നൂന് എവിടെയാണെന്നൊക്കെ ചോദിച്ച് അവർക്ക് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇന്നൽ ഇൻസാന ലതറവുന്ന ലതുസ്അലുന്ന അനിന്നഈം വജന്നത്തിൻ ജഹന്നമ വന്നഹാരി. അപ്പോൾ ഇവിടെയൊക്കെ ഷദ്ദുള്ള നൂൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതായിട്ടൊന്ന് പെൻസിലെടുത്ത് അണ്ടർലൈൻ ചെയ്ത് ഇവിടെയൊക്കെ ഷദ്ദുള്ള നൂന് വന്നെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം താഴെ ഒരു സൂറത്ത് കൊടുത്തിട്ടുണ്ട്. ആ സൂറത്തിൽ അവരോട് ഷദ്ദുള്ള നൂനുകൾ കണ്ടെത്തിയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറയാം. അപ്പോൾ അവർക്ക് ഇങ്ങനെ നോക്കി കാണാൻ കഴിയണം. അപ്പോൾ എവിടെയാണ് ഷദ്ദുള്ള നൂന് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു ഇന്നൽ. അപ്പോൾ അവിടെ അവർ അണ്ടർലൈൻ ചെയ്യണം. അത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വൈന്നഹു, പിന്നെ വൈന്നഹു ഇവിടെയൊക്കെ ഷദ്ദുള്ള നൂനുണ്ടെന്ന് അവരിങ്ങനെ നോക്കി അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക. ഷദ്ദുള്ള നൂനാണ് നമ്മൾ ഈ സൂറത്തോടെ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഇന്നൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ സൂറത്ത് പഠിക്കുന്നതിലൂടെ നമ്മൾ ഷദ്ദുള്ള നൂന് പഠിച്ച് മനസ്സിലാക്കിയ ഖുർആന് വേറെ ഏത് ആയത്ത് എടുത്തു കൊടുത്താലും അവർക്ക് അതിൽ ഷദ്ദുള്ള നൂന് ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഷദ്ദുള്ള നൂന് വരുന്ന വേർഡ്സുകളൊക്കെ അവർക്കൊന്ന് വായിക്കാൻ പ്രാക്ടീസും ആക്കുക.
അപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെ മറ്റുള്ള അക്ഷരങ്ങൾ അവർക്ക് പഠിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ പ്രാക്ടീസ് നൽകുക. അപ്പോൾ എത്രയാണ് സൂറത്തിൽ നിന്ന് വന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് ഞാൻ തജ്വീദ് ഖുർആനിൻ്റെ ഭാഗങ്ങൾ ഇടുന്നത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി പഠിപ്പിക്കുക. ഇനി ഇങ്ങനെ ഉള്ള ക്ലാസ്സുകളും നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ അറബി അക്ഷരങ്ങളും ഖുർആനോത്തും ഒന്നും പഠിപ്പിക്കാൻ കഴിയുന്നില്ല, നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അവർക്ക് നമുക്ക് കുറഞ്ഞ ഫീസിൽ അവർക്ക് ട്യൂഷൻ വെച്ച് കൊടുത്താൽ അവരെ അറബി അക്ഷരങ്ങളും കൂട്ടി വായനയും ഖുർആനോത്തും ഒക്കെ നമുക്ക് ഈ 2ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തും തോറും അവരെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം. പിന്നെ അവർ തന്നെ എഴുതാനും വായിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ ശീലിച്ചോളും. അപ്പോൾ കുറഞ്ഞ ഫീസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ മക്കളെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ നൽകിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് നല്ലൊരു ഭാവി ഒരുക്കി കൊടുക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.